ബി റജിയിലേക്ക് പോവുകയാണ്. ബി റജി, ഈ കോൺഗ്രസും മുസ്ലിം ലീഗും ഇങ്ങനെ പരസ്യമായി ജമാഅത്തെ ഇസ്ലാമിയെ കെട്ടിപ്പുണരുന്നതിൽ അതൃപ്തി അറിയിച്ചിട്ടുണ്ട് സമസ്ത. ശരിക്കും ഇപ്പോൾ വി.ഡി. സതീശനിലൂടെ UDFും കോൺഗ്രസും വെട്ടിലായോ? ശ്രീ കൃഷ്ണരാജ്, അതൊക്കെ എന്തൊരു വ്യാഖ്യാനങ്ങളാണ്. ഇവിടെ ഒരു ജനാധിപത്യ രാജ്യത്ത് അൺകണ്ടീഷണലായി ഒരു പ്രസ്ഥാനം അവർ സ്വീകരിക്കുന്ന നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടി, ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടി വോട്ട് നൽകാം എന്ന് പറയുമ്പോൾ അതിനെ എന്ത് കാരണത്താലാണ് എതിർക്കുന്നത്? കോൺഗ്രസ് എന്ന അങ്ങേയറ്റത്തെ മതേതരത്വ നിലപാട് സ്വീകരിക്കുന്ന ഒരു പാർട്ടിയുടെ ആദർശത്തിൽ വിശ്വസിച്ചുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. ഇവിടെ ബഹുമാന്യനായ ജയചന്ദ്രൻ മാസ്റ്റർ പറഞ്ഞു ചക്രവ്യൂഹത്തിലാണെന്ന്. ഒരു ചക്രവ്യൂഹത്തിലുമല്ല. കോൺഗ്രസ്സിന് ആ പാർട്ടിക്ക് വ്യക്തമായ നിലപാടുണ്ട്, UDFിന് വ്യക്തമായ നിലപാടുണ്ട്. അത് മതവിശ്വാസത്തെ അംഗീകരിക്കുന്നു. അത് അംഗീകരിക്കാത്തത് വർഗീയതയാണ്, അങ്ങേയറ്റത്തെ വർഗീയതയാണ്. അത് ഏത് വിഭാഗത്തിൻ്റെ ആയാലും, അത് RSSൻ്റെ ആയാലും മുസ്ലിം വിഭാഗത്തിൻ്റെ ആയാലും, എല്ലാ മനുഷ്യരും ഒരുമിച്ച് ഏകോദര സഹോദരങ്ങളെ പോലെ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന, ഇന്ത്യയുടെ ബഹുസ്വരതയിൽ വിശ്വസിക്കുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അതിൽ അപരവൽക്കരണമല്ല, ചേർത്ത് നിർത്തുന്ന സമീപനമാണ് കോൺഗ്രസിനുള്ളത്. ഇടപെട്ട് ചോദിച്ചോട്ടെ, ഇപ്പോഴും നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് അവർ വോട്ട് തന്നാൽ വേണ്ടെന്ന് പറയുന്നത് എന്തിനാണെന്നാണ് വാണിമേലും അങ്ങും പറഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കും. ജമാഅത്തെ ഇസ്ലാമി അമീർ തന്നെ മതരാഷ്ട്രവാദത്തെ തള്ളിപ്പറഞ്ഞതാണ്, പിന്നെ പിന്തുണ സ്വീകരിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. ആരുടെ വോട്ടും സ്വീകരിക്കും, ആര് വോട്ട് ചെയ്താലും വേണ്ടാന്ന് പറയാൻ പറ്റില്ല എന്നല്ല. ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് സ്വീകരിക്കും, പിന്തുണ സ്വീകരിക്കുമെന്നാണ്. ചർച്ചയെ വഴിതിരിക്കരുത് പ്ലീസ്. നോക്കൂ, നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് വോട്ട് നൽകുമ്പോൾ അത് വേണ്ട എന്ന് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പറയണ്ട. നിങ്ങൾ വേണ്ടാന്ന് പറയണ്ടെന്നേ. നിങ്ങൾ സ്വീകരിക്കും, പിന്തുണ സ്വീകരിക്കും, വോട്ട് സ്വീകരിക്കും, അതിലെന്താണ് തെറ്റെന്ന് ചോദിക്കുന്നത് എന്തിനാ ചോദിച്ചോളൂ. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് അവരുടെ അമീർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ബഹുമാന്യനായ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ ഒരിക്കലും തള്ളിപ്പറയില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പറഞ്ഞത് ഈ സമീപകാലത്താണ്. ഇന്ത്യൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് 2011 പൊളിറ്റിക്കൽ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് രാഷ്ട്രീയ രംഗത്തേക്ക്, ജനാധിപത്യ രംഗത്തേക്ക്, ഭരണരംഗത്തേക്ക് കടന്നു വരുവാൻ അവർ ആഗ്രഹിക്കുന്നത്. അവർ UDFിൻ്റെ ഭാഗമല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നോക്കൂ, ഇവിടെ 42 വർഷമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചിരുന്നു. ഇവിടെ CPM അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികൾ, ദേശാഭിമാനിയിൽ ലേഖനം എഴുതിയതൊക്കെ ബഹുമാന്യനായ ഇടതുപക്ഷ സഹയാത്രികൻ അദ്ദേഹം ഒന്ന് നോക്കുന്ന നല്ലതാണ്. അതുപോലെ അവരുടെ പെരുമാറ്റങ്ങളും ഓരോ ഇലക്ഷനിലും 1996 ഏപ്രിൽ മാസം 22-ാം തീയതിയിലത്തെ ദേശാഭിമാനിയുടെ മുഖപ്രസംഗം നോക്കിയാൽ മതി, നമുക്കറിയാൻ കഴിയും. അപ്പോൾ ഇത് ഇപ്പോൾ UDFിന് അവർ അൺകണ്ടീഷണലായി ഞങ്ങൾക്ക് UDFിൻ്റെ നിലപാടിനെ അംഗീകരിച്ചുകൊണ്ട് വോട്ട് നൽകാം എന്ന് പറയുമ്പോൾ അത് ജനാധിപത്യത്തിൽ നിങ്ങളുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ കഴിയുമോ? അങ്ങനെയുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടിക്ക് ജനാധിപത്യ രാജ്യത്ത് മത്സരരംഗത്ത് ഇറങ്ങാൻ കഴിയില്ലല്ലോ. ഒറ്റ കാര്യമാണോ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്? വർഗീയതയെ നമ്മൾ അംഗീകരിക്കുന്നില്ല, നമ്മൾ മതവിശ്വാസത്തെ അംഗീകരിക്കുന്നു, വർഗീയതയെ അംഗീകരിക്കുന്നില്ല. അത് ഏത് ഹിന്ദു വർഗീയതയായാലും മുസ്ലിം വർഗീയതയായാലും ഏത് വിഭാഗത്തിൻ്റെ വർഗീയതയാണ്. ജമാഅത്തെ ഇസ്ലാമി ക്ലീൻ ആണ്. ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ പ്രവർത്തനം, അതായത് ഇന്ത്യയുടെ ഭരണഘടനയെ അംഗീകരിച്ചുകൊണ്ട്, ഇന്ത്യൻ ജനാധിപത്യത്തെ അംഗീകരിച്ചുകൊണ്ട്, ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വാസവും കൂറും അർപ്പിച്ചുകൊണ്ട്, ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടുകൊണ്ട്, ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായി ജനാധിപത്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, രാഷ്ട്രീയ പ്രസ്ഥാനമായി അംഗീകാരം കൊടുക്കുമ്പോൾ അവർ പൊളിറ്റിക്കലായി ഇവിടെ മത്സരരംഗത്തുണ്ട്. അങ്ങനെയെങ്കിൽ വി.ഡി. സതീശൻ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സ്വീകരിക്കുമെന്നെങ്കിലും പറയണമായിരുന്നു.